ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽ വഴികൾ പാഠവും പൊരുളും വർത്തമാന പുസ്തകത്തെക്കുറിച്ചുള്ള ചരിത്ര വിചാരം നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുകയാണ്. ഇന്ന് 31ാമത്തെ ക്ലാസ്സാണ്. 33ാമത്തെ പാഠമാണ് ഇന്നത്തെ നമ്മുടെ പഠന വിഷയം. ജോൺ മാളിയേക്കൽ സാറ് ഭാഷാന്തരം ചെയ്ത വർത്തമാന പുസ്തകത്തിലെ പേജ് നമ്പർ 186 മുതൽ 189 വരെയുള്ള ഭാഗങ്ങളിലാണ് 33ാം പാഠം കാണുക. കരുതുനിമിഷം പ്രാർത്ഥിക്കാം. നല്ലവനായ ഈശോയെ, അങ്ങയുടെ സ്നേഹം നിറഞ്ഞ സാന്നിധ്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. വർത്തമാന പുസ്തകത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുമ്പോൾ ഈശോയെ, നീ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹവും കരുതലും ഞങ്ങളെ കൈപിടിച്ചു നടത്തുന്നതെല്ലാം ഞങ്ങൾ മനസ്സിലാക്കുന്നു. കൃപയാൽ അനുഗ്രഹിക്കണമേ. ഈശോയെ, സഭയുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിനും സഭയുടെ വളർച്ചയ്ക്കുമായി ഞങ്ങളുടെ പൂർവികർ ഏറ്റെടുത്ത എല്ലാ ത്യാഗങ്ങളും സ്നേഹപൂർവ്വം, പ്രാർത്ഥനാപൂർവം, തീഷ്ണതാപൂർവം മനസ്സിലാക്കുവാനുള്ള കൃപ നൽകണമേ. അതങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ചു ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. മാറേസ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു. മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ യാത്രാവിവരണമായ വർത്തമാന പുസ്തകത്തിൽ അതിപ്രധാനമായ ഒരു ഭാഗം നമ്മൾ കാണുന്നു. അതാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോവുക. 1779 മുതൽ മൽപ്പാൻ കരിയാറ്റിൽ ഔസേപ്പ് കത്തനാരും പാറേമാക്കൽ തോമാ കത്തനാരും പോർത്തുഗൽ രാജ്ഞിക്കു സമർപ്പിച്ച ചരിത്രപ്രധാനമായ അപേക്ഷയുടെ സാരസംഗ്രഹമാണ് നമ്മളിന്ന് കാണുക. എല്ലാ ദിവസവും സൂചിപ്പിക്കുന്നത് പോലെ വർത്തമാന പുസ്തകം ഈ ക്ലാസ് കേൾക്കുന്നതോടൊപ്പം തന്നെ വായിച്ചു പോകണം എന്ന കാര്യം കൂടി സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമത്തെ ആശയം, സഭയും വിശ്വാസവും. മലങ്കരയിലെ നസ്രാണികൾ തങ്ങളുടെ പൂർവിക ആചാരങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. റോമൻ കത്തോലിക്ക വിശ്വാസത്തോടുള്ള വിശ്വസ്തത പ്രഖ്യാപിക്കുമ്പോഴും തദ്ദേശീയമായ സഭാപര രീതികൾ സംരക്ഷിക്കപ്പെടണമെന്നും അതിനായി രാജ്ഞിയുടെ സഹായം ആവശ്യമാണ് എന്നും അപേക്ഷയിൽ അവർ ആവശ്യപ്പെടുകയാണ്. ഇത്രയും കാര്യമാണ് ഒന്നാമതായി നമ്മൾ കാണുക. രണ്ടാമതായി കാണുന്നത് പദ്രുവാദ അവകാശം, അതായത് മെത്രാപ്പൊലീത്തായുടെ നിയമനത്തെക്കുറിച്ചാണ് പറയുക. പുരാതന കാലം മുതൽ നിലനിന്നിരുന്ന രീതിയിൽ അറിവും ദൈവഭയവുമുള്ള ഒരു പോർത്തുഗീസുകാരനെ കൊടുങ്ങല്ലൂർ മെത്രാപ്പൊലീത്തയായി നിയമിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. വിദേശ ഭരണത്തിന് കീഴിലാണെങ്കിലും സഭയുടെ സുഗമമായ നടത്തിപ്പിന് അധികാരമുള്ള ഒരു ഇടയൻ അത്യാവശ്യമാണെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു. മൂന്നാമത്തെ ആശയം, തദ്ദേശീയമായ ഒരു ഭരണാധികാരി, വികാരി ജനറൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സഭയുടെ ആഭ്യന്തര ഭരണത്തിൽ തദ്ദേശീയരായ വൈദികർക്ക് മുൻഗണന നൽകണമെന്ന് അപേക്ഷയിൽ ഊന്നിപ്പറയുന്നു. നസ്രാണികളുടെ ഇടയിൽ നിന്നും തന്നെ ഒരു വികാരി ജനറലിനെ സാധാരണ രീതി നമ്മൾ കാണുകയാണെങ്കിൽ അർക്കദിയാക്കോൻ പദവിയുടെ ഒരു തുടർച്ചയായിട്ടാണ് നമ്മൾ അതിനെ കാണാവുന്നതാണ്. വേണമെങ്കിൽ അങ്ങനെ ഒരു വികാരി ജനറലിനെ നിയമിക്കണമെന്ന് അല്ലെങ്കിൽ നിയമിക്കുന്നത് സഭയുടെ കെട്ടുറപ്പിന് ഗുണകരമാകുമെന്ന് അവർ രാജ്ഞിയെ ബോധിപ്പിച്ചു. നാലാമത്തെ കാര്യം, വൈദിക പരിശീലനവും സാമ്പത്തിക സഹായവും. വൈദിക വിദ്യാർത്ഥികൾക്ക് ശരിയായ പരിശീലനം നൽകുന്നതിനായി പഴയ സെമിനാരികൾ പുതുക്കിപ്പണിയണമെന്നും അതിനാവശ്യമായ വരുമാന മാർഗങ്ങൾ ഉറപ്പാക്കണമെന്നും അവർ രാജ്ഞിയോട് ആവശ്യപ്പെട്ടു. കൂടാതെ വികാരിമാർക്ക് നേരത്തെ നൽകിയിരുന്ന മാസപ്പടി പുനഃസ്ഥാപിക്കണമെന്ന സാമ്പത്തിക ആവശ്യവും അവർ മുന്നോട്ട് വച്ചു.
അഞ്ചാമത്തെയും അവസാനത്തെയുമായ ആശയം ഇതാണ്: സഭ പുനരൈക്യം. അപേക്ഷയിലെ ഏറ്റവും നിർണായകമായ ഭാഗമാണിത്. നിരണത്തുള്ള മാർത്തോമാ മെത്രാനും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള 80,000-ഓളം വിശ്വാസികളും കത്തോലിക്കാ സഭയുമായി വീണ്ടും ഒന്നിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഈ പുനരൈക്യ പ്രക്രിയയ്ക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും രാജ്ഞി നൽകണമെന്നും അപേക്ഷയിൽ പറയുന്നു. ഈ 5 കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ ഈ 33-ാമത്തെ പാദത്തിൽ നമ്മൾ പഠിക്കുക. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഈ പാദം എന്ന് പറയുന്നത് ഓരോ ചാപ്റ്ററുകളാണ്, ഓരോ അധ്യായങ്ങളാണെന്ന കാര്യം മറന്നു പോകരുത്. ഇന്ന് നമ്മൾ പഠിച്ച കാര്യം ഇതാണ്, അല്ലെങ്കിൽ ക്ലാസ് എടുത്ത കാര്യം ഇതാണ്: സഭയുടെ വിശ്വാസ സംരക്ഷണം, സഭയും സഭയുടെ വിശ്വാസ സംരക്ഷണവും എന്നൊരു കാര്യം നമ്മൾ കണ്ടു. ഒരു റോമാ മാർപ്പാപ്പയെ അധികാരത്തെ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ തദ്ദേശീയമായ നന്മകളെ കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിച്ചവരാണെന്ന് കണ്ടു. പല മെത്രാപ്പോലീത്തയുടെ നിയമനത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. ഒരു തദ്ദേശീയമായ ഒരു ഭരണാധികാരി ആവശ്യമാണെന്ന കാര്യം അവർ രാജ്ഞിയെ ബോധിപ്പിക്കുന്നു. വൈദിക പരിശീലനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ സാമ്പത്തിക സഹായത്തെക്കുറിച്ചും പറയുന്നു. അതോടൊപ്പം തന്നെ നിരണത്തെ മാർത്തോമാ മെത്രാനുമായിട്ടുള്ള ഒരു സഭയുടെ പുനരൈക്യത്തെക്കുറിച്ചുള്ള കാര്യവും പറയും. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. പോർച്ചുഗൽ രാജ്ഞിക്ക് അപേക്ഷ സമർപ്പിക്കപ്പെട്ട വർഷം ഏതാണ്? AD 1779. അപേക്ഷ സമർപ്പിക്കാൻ പോയ 2 വൈദികർ ആരൊക്കെ? മൽപ്പാൻ കരിയാറ്റിൽ ഔസേപ്പ് കത്തനാരും പാറേമാക്കൽ തോമാ കത്തനാരും. ആരുടെ മുൻപാകെയാണ് ഈ അപേക്ഷ സമർപ്പിച്ചത്? പോർച്ചുഗൽ രാജ്ഞിയുടെ മുൻപാകെ. ഏത് രൂപതയിലെ കാര്യങ്ങൾ അന്വേഷിക്കാനാണ് സന്ദർശകരെ അയക്കാൻ ആവശ്യപ്പെട്ടത്? കൊടുങ്ങല്ലൂർ മെത്രാപ്പോലീത്തായുടെ രൂപതയിലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാൻ. അപേക്ഷയിലെ 1-ാമത്തെ ആവശ്യം എന്തിനെക്കുറിച്ചുള്ളായിരുന്നു? സഭാപരമായ ചട്ടങ്ങൾ ജനങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുന്നതിനായി കപ്പൽ മാർഗം സന്ദർശകരെ അയക്കുന്നതിനെക്കുറിച്ച്. വികാരി ജനറൽ സ്ഥാനം ആർക്ക് നൽകണമെന്നാണ് അപേക്ഷകർ ആവശ്യപ്പെട്ടത്? നസ്രാണികളുടെ ജാതിയിൽ നിന്നുള്ള ഒരാൾക്ക്. സെമിനാരികളെ സംബന്ധിച്ച ആവശ്യം എന്തായിരുന്നു? പഴയ സെമിനാരികൾ വരുമാന മാർഗങ്ങളോടെ പുതുക്കിപ്പണിയണം. ആരുടെ നേതൃത്വത്തിലുള്ള വിശ്വാസികളാണ് കത്തോലിക്കാ സഭയിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിച്ചിരുന്നത്? നിരണത്തുള്ള മാർത്തോമാ മെത്രാൻ്റെ. മാർത്തോമാ മെത്രാൻ്റെ കീഴിൽ എത്ര വിശ്വാസികൾ ഉണ്ടായിരുന്നുവെന്നാണ് അപേക്ഷയിൽ പറയുന്നത്? ഏകദേശം 80,000. മെത്രാപ്പോലീത്തയായി ആരെ നിയമിക്കണമെന്നാണ് അവർ അഭ്യർത്ഥിച്ചത്? അറിവും ദൈവഭയമുള്ള ഒരു പോർത്തുഗീസുകാരനെ. അപേക്ഷയുടെ അവസാനം അപേക്ഷകർ ആശംസിക്കുന്നത് എന്താണ്? രാജ്ഞിയുടെ രാജകീയ മഹത്വം ഇന്ത്യയിൽ മാത്രമല്ല ലോകമെങ്ങും എന്നും നിലനിൽക്കട്ടെ എന്ന്.